ഔദ്യോഗിക പക്ഷത്തിന്റെ ശക്തമായ ജില്ലാ ഘടകമായി അറിയപ്പെടുന്ന തൃശൂരിൽ ചെറു ശബ്ദമുയർത്താൻ പോലും VS പക്ഷത്തിന് ശേഷിയില്ല. എന്നാൽ ഒരു കാലത്ത് VS പക്ഷത്തിന്റെ തേരാളിയായിരുന്ന ടി ശശിധരൻ 6 വർഷത്തിനു ശേഷം ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെട്ട് ജില്ലാ സമ്മേളന പ്രതിനിധിയായി എത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച ടി ശശിധരനെ അന്നമനട ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. മികച്ച പ്രാസംഗികനും സംഘാടകനുമായിരുന്ന ശശിധരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വത്തിനും താല്പര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഘടകങ്ങളിൽ വർധനയുണ്ടായെങ്കിലും ജില്ലയിലെ മുഴുവൻ ബഹുജനങ്ങളുടെയും പാർട്ടിയാകാൻ CPIM-ന് കഴിഞ്ഞിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബലാബലം എടുക്കുമ്പോൾ, സംഘടനാശേഷിയും പ്രവർത്തനശേഷിയും കണക്കിലെടുക്കുമ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നത് ജില്ലയിലെ പാർട്ടികളിൽ ഒന്നാമത്തെ പാർട്ടിയായി CPIM-ന് വളരാനായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എത്തിപ്പെടേണ്ട മുഴുവൻ ബഹുജന വിഭാഗങ്ങളിലേക്കും ഞങ്ങൾക്കിനിയും സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ടില്ല എന്ന നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. കുന്നംകുളത്ത് രൂപപ്പെട്ട സംഘടനാ പ്രശ്നങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നേതൃത്വം ഉറ്റുനോക്കുന്നത്. കോലളമ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഏരിയ സെക്രട്ടറിയെ ഉൾപ്പെടുത്താൻ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശ്രമമുണ്ടായി എന്ന ആരോപണം അന്വേഷിച്ച K. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമ്മേളനത്തിൽ ചർച്ചയാകും. 16 ഏരിയകളിൽ നിന്നുമായി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 385 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത്. നടവരമ്പ് സമരത്തിന്റെയും കുട്ടംകുളം സമരത്തിന്റെയും തീക്ഷ്ണ സ്മരണകളിരമ്പുന്ന ഇരിങ്ങാലക്കുടയുടെ മണ്ണ് ജില്ലാ സമ്മേളനത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.